ألزمت أفكاري مدائحه وجدته لخلاصي خير ملتزم ولن يفوت الغنى منه يدا تربت إن الحيا ينبت الأزهار في اللكم ولم أرد زهرة الدنيا التي اقتطفت يدا زهير بما أثنى على أرم يا أكرم الخلق ما لي من نلوذ به سواك عند حلول الحادث العميم ولن يضيق رسول الله جاهك بي إذا الكريم تحلى باسم منتقم فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كاللمم لعل رحمة ربي حين يقسمها تأتي على حسب الصيان في القسم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منغرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ബഹുമാന്യരായ ഉലമാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, വളരെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സമുദായം എന്ന നിലയിൽ ഇസ്ലാമിക സമൂഹം അവരുടെ എല്ലാ നിമിഷങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും ഗൗരവത്തോടെ ചിന്തിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ, കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കൂടുതൽ നന്മ ഭാവിയിൽ രൂപപ്പെടുത്തണം എന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യണം. ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത അതാണ്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ അവലോകനത്തിന് നിരവധി സന്ദർഭങ്ങൾ നൽകാറുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇടയ്ക്കിടെ ബൈഅത്തുകൾ നടക്കാറുണ്ട്. സുഹൈബുർ റൂമി വളരെ കാലം ജീവിച്ച വലിയൊരു പണ്ഡിതൻ, സ്വഹാബിയാണ്. അദ്ദേഹത്തോടൊരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ പേര് കേട്ടാൽ റോമക്കാരനാണെന്ന് തോന്നും, നിങ്ങളാണെങ്കിലോ എപ്പോഴും മക്കയിലും മദീനയിലും അറബികളായ ഞങ്ങളോടൊപ്പം തന്നെയാണ്. സുഹൈബ് അർ റൂമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേർ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണം ആസന്നമാകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു ഏൽപ്പിക്കുകയും ചെയ്തു, ഞാൻ വഫാത്തായാൽ എൻ്റെ ജനാസ നിസ്കാരത്തിന് നിങ്ങൾ വരണം എന്ന്. അത്ര മഹത്വമുള്ള സുഹൈബ് റളിയല്ലാഹു അൻഹു നിരവധി സമരങ്ങളിൽ, നിരവധി യാത്രകളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്ത ആളാണ്. സുഹൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം, നിരവധി തവണ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബൈഅത്ത് ചെയ്തിട്ടുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഒരു തവണ മാത്രമല്ല, പലതവണ. നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മൾ ആദരിക്കുന്ന, നാം സ്നേഹിക്കുന്ന, നാം നന്മ കാണുന്ന പൊതുസമ്മതരായ പണ്ഡിതന്മാരുടെയും മുഅ്മിനീങ്ങളുടെയും ഇടയിൽ അറിയപ്പെടുന്ന നല്ല ഗുണങ്ങളും പാണ്ഡിത്യവും തഖ്വയുമുള്ള ആളുകളെ കാണുകയും അവരെ കൈപിടിച്ച് അവരുമായി പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബാധ്യതയാണ്. അത് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം സന്ദർഭങ്ങളിൽ സ്വഹാബിമാർക്ക് പലപ്പോഴും നൽകാറുണ്ടായിരുന്നു. അതൊരു തവണ ഒന്ന് കൈപിടിച്ചാൽ ഒരു കുളിർമയാണ്.
ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഉഖുവത്തിന്റെ ബാബിൽ ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഉഖുവത്ത്, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി സാഹോദര്യ ബന്ധം സ്ഥാപിക്കേണ്ടത് എങ്ങനെയാണ്? ആ സാഹോദര്യ ബന്ധം സ്ഥാപിക്കുന്നതിന് ആദ്യമായി വേണ്ടത് വ്യക്തിയെ ചെന്ന് കാണലാണ്, സലാം പറയലാണ്, കൈ പിടിക്കലാണ്, പേര് അറിയലാണ്, നാട് അന്വേഷിക്കലാണ്. ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി ചെയ്താൽ അത് ഉഖുവത്തിന്റെ തുടക്കമായി മാറുമെന്നും, ആ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് കുറെ ബാധ്യതകൾ ചെയ്യാനുണ്ട് അവർക്ക്. നമ്മൾ ഒരു സമുദായമാണ്, ഒരു സമൂഹമാണ് എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ പലതും നേതാക്കളും അനുയായികളും തമ്മിൽ നടക്കാതെ പോകുന്നത് കൊണ്ട് ആ നേതാവിന്റെ പേര് നമ്മളിങ്ങനെ പറയാറുണ്ട്, ആ ഉസ്താദിന്റെ പേര് പറയാറുണ്ട്, ആ ഉസ്താദാവട്ടെ ചിലപ്പോഴൊക്കെ ആ ശിഷ്യന്റെ പേരും പറയാറുണ്ട്. എന്നതിൽ കവിഞ്ഞ് വലിയ ബന്ധങ്ങളൊന്നും, വലിയ ബാധ്യതകളോ ഉത്തരവാദിത്തങ്ങളോ ഈ നേതാവും സമൂഹവും തമ്മിൽ പലപ്പോഴും നടന്നു കാണാറില്ല. അതുണ്ടാകുമ്പോൾ മാത്രമേ ഒരു സമൂഹത്തിന് വ്യക്തമായ ഒരു നേതൃത്വം ഉണ്ടാവുകയുള്ളൂ. ഒരു ഇടയനോട് കൂടിയുള്ള ആട്ടിൻപറ്റത്തിന് എപ്പോഴും സുരക്ഷിതത്വമുണ്ടാകും. ആ ഇടയനില്ല എങ്കിൽ ആ ആട്ടിൻപറ്റം ഇങ്ങനെ നടന്നു പോകും, കാണുന്ന ചെടികളെല്ലാം കടിക്കും, കടിച്ചതിനെ തുടർന്ന് ഒരുപക്ഷെ ആ ആട് എവിടെയെങ്കിലും തടർന്ന് വീഴും, ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടും. ഇത് സംഭവിക്കാതിരിക്കാൻ എൻ്റെ അനുയായികൾ, എൻ്റെ ആട്ടിൻപറ്റം പറ്റാത്ത ഇലകൾ ഒരിക്കലും തിന്നുകൂടാ എന്ന് വിചാരിച്ച് അവരെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതൃത്വം, ആ നേതൃത്വത്തെ എപ്പോഴും പിന്തുടരുന്ന ശിഷ്യന്മാർ, ഇതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ശരിയായ രൂപം. റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ രൂപത്തിലുള്ള ഒരു സമൂഹമായി നമ്മെ മരണം വരെ നിലനിർത്തി തരട്ടെ. നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചു നോക്കൂ. അവസാനമായി അസ്സലാമു അലൈക്കും എന്നൊരു സലാമാണ്. അത് ഇമാം വലതുഭാഗത്തേക്ക് സലാം വീട്ടിയാൽ, ഇടതുഭാഗത്തേക്ക് സലാം പറഞ്ഞാൽ പിന്നിലുള്ള മഅ്മൂമുകളെ ആ സലാം പറയുന്ന സമയത്ത് ഇമാം ഒന്ന് വീക്ഷിക്കാനുള്ള ഒരു സന്ദർഭമാണ്. അങ്ങനെ പ്രത്യേകം അവരെ കാണൽ സുന്നത്തില്ല. ഹത്താ യുറാ ഹദ്ദുഹു, ഇമാമിന്റെ വലത്തെ കവിൾ പിന്നിലുള്ളവർ നോക്കിയാൽ കാണാവുന്ന അവസ്ഥയിൽ തിരിഞ്ഞാൽ മതി. ഇടതുഭാഗത്തേക്ക് തിരിയുമ്പോൾ ഇമാമിന്റെ ഇടതുഭാഗത്തുള്ള കവിൾത്തടം പിന്നിലുള്ള ആളുകൾക്ക് കാണാൻ സൗകര്യമുണ്ടായാൽ മതി. കാണലും നോക്കലും പ്രത്യേകമായി അവിടെ സുന്നത്തില്ല. എങ്കിലും ബാങ്ക് വിളിക്കുന്ന ആൾ ബാങ്ക് വിളിക്കുമ്പോൾ അത് കേൾക്കൽ സുന്നത്താണ്. ബാങ്ക് വിളിക്കുന്ന ആളിലേക്ക് നോക്കലും സുന്നത്തായതുപോലെ ഇമാമിനോട് അടുത്ത് സ്ഥാനം പിടിക്കലും ഇമാമിലേക്ക് നോക്കലും സുന്നത്തുണ്ട്. ആ സുന്നത്തുകളൊക്കെ നമ്മൾ പരമാവധി പാലിക്കുക. അല്ലാഹു തആല അതിനെല്ലാമുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അപ്പൊ സലാം വീട്ടിയാൽ വലതുഭാഗത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലപ്പോൾ നോക്കും. നോക്കിയിട്ട് ഒരാളെ, സാധാരണ പങ്കെടുക്കുന്ന ഒരു അനുയായിയെ ആ പിൻഭാഗത്ത് കാണാതെ പോയാൽ ഉടനെ അന്വേഷണമാണ്, ചോദിക്കും. അത് അവിടെ ഉള്ള സ്വഹാബിമാരോട് ചോദിക്കും, ഇന്ന ആൾ എവിടെ പോയി, ഇന്നലെ ഉണ്ടായിരുന്നല്ലോ, ഇന്ന് വന്നില്ലല്ലോ. ആ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചാൽ, അദ്ദേഹത്തിന് രോഗമാണ് എന്ന വിവരം അറിഞ്ഞാൽ ആ രോഗാവസ്ഥയിൽ കഴിയുന്ന ആ ശിഷ്യനെ അവിടുന്ന് കാണാൻ പോവുകയാണ്. മരിച്ചു എന്നാണ് കേൾക്കുന്നതെങ്കിൽ ആ ജനാസ സംസ്കരണത്തിന് അവിടുന്ന് പങ്കെടുക്കുകയാണ്. ഇതാണ് ഒരു നേതാവും അനുയായികളും തമ്മിലുള്ള ബന്ധമെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ സ്വഭാവം നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നുമല്ല. ലോകത്ത് ഇത്രയധികം നേതാവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം വേറെ എവിടെയും കാണുകയില്ല. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ. തബൂക്ക് സമരം നടക്കുകയാണ്. തബൂക്ക് സമരം ഇസ്ലാമിലെ യുദ്ധങ്ങൾ എന്ന പദപ്രയോഗം പിന്നീട് ആരോ ഉണ്ടാക്കിയതാണ്. യുദ്ധമല്ല,
സമരങ്ങളാണ്. ഗസാ യഗ്സു, പുറപ്പെട്ടു, പുറപ്പാട്. ബദർ പുറപ്പാടാണ്, ഉഹുദ് പുറപ്പാടാണ്, ഖന്തഖ് പുറപ്പാടാണ്. ഇങ്ങോട്ട് എതിർക്കുന്ന ആളുകളെ പ്രതിരോധിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള പുറപ്പാടുകളാണ് ഇസ്ലാമിലെ സമരങ്ങൾ മുഴുവനും. ഇസ്ലാമിലെ സമരങ്ങൾ എങ്ങനെ കുറ്റം പറഞ്ഞ് അതിന്റെ പേരിൽ മുസ്ലിം സമൂഹത്തെ പഴിക്കാനോ ഭീകരത ആരോപിക്കുവാനോ ആർക്കും അവകാശമല്ല. ഒന്നാം സ്വാതന്ത്ര്യ സമരവും രണ്ടാം സ്വാതന്ത്ര്യ സമരവും ഒക്കെ ഇവിടെ നടന്നതാണ്. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഇവിടെ നടന്നതാണ്. പഞ്ചപാണ്ഡവന്മാരും കൗരവന്മാരും എത്രയോ കാലം യുദ്ധം തന്നെ നടന്നതാണ്. യുദ്ധങ്ങളുടെ കഥ അയവിറക്കാനില്ലാത്ത ഒരു സമൂഹവുമില്ല, ഒരു രാഷ്ട്രവുമില്ല, ഒരു ലോകവുമില്ല. എങ്കിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണുന്ന കഥകളെയും യുദ്ധങ്ങളെയും നോക്കി കുറ്റം പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. തബൂക്ക് സമരം നടക്കുന്ന സന്ദർഭം, തബൂക്കിലേക്കുള്ള പുറപ്പാട്, വല്ലാത്ത ചൂടുള്ള സമയമാണ്. കഠിനമായ ഉഷ്ണം, പട്ടിണി ഒരു ഭാഗത്ത്. ആ പട്ടിണിയും ഉഷ്ണവുമുള്ള സമയം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിലേക്ക് പുറപ്പെടുകയാണ്. തന്റെ അനുയായികൾ ക്ഷീണിതരാണ്, വളരെ വിഷമത്തിലാണ്. അവരിൽ ചില ആളുകൾ പറയുക തന്നെ ചെയ്തു, വിശ്വാസം പൂർണ്ണമാവാത്ത ചില ആളുകൾ പറഞ്ഞു, ഈ സമരം ഇത്രയും ഉഷ്ണമുള്ള സമയത്തായതുകൊണ്ട് ഞങ്ങളേതായാലും പോകുന്നില്ല. അതിന് മറുപടിയായി ഖുർആൻ പറഞ്ഞു, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ. ഈ സമരത്തിലും പടച്ചവന്റെ മാർഗത്തിലും പുറപ്പെടാൻ നിങ്ങൾക്ക് മടി തോന്നുന്നുവെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒറ്റപ്പെടുത്തി നിങ്ങളൊക്കെ വീട്ടിൽ കഴിയാനാണ് ഭാവമെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ജഹന്നമെന്ന നരകം ഇവിടെയുള്ള ഈ ചൂടിനേക്കാൾ എത്രയോ കഠോരമാണ്. സമരത്തിന് വേണ്ടി എല്ലാവരും പോയി മദീനയിലെത്തി. മദീനയിൽ നിന്ന് 900 കിലോമീറ്റർ ദൂരെയുള്ള തബൂക്കിലേക്ക് എത്തുകയാണ്. അവിടെ എത്തിയ ഉടനെ ആ തബൂക്കിൽ നബി തങ്ങൾ നിൽക്കുമ്പോഴും അവിടുത്തെ ശ്രദ്ധ തൻ്റെ അനുചരന്മാരിലാണ്. ആ അനുയായികളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെ പേരിൽ ഇടയ്ക്കിടെ അനുയായികളെ അന്വേഷിക്കും. കഅബ് ഇബ്നു മാലിക്കിനെ അപ്പോഴാണ് അന്വേഷിച്ചത്. കഅബ് ഇബ്നു മാലിക് എവിടെ? പലരെയും അന്വേഷിച്ചു. ആ അന്വേഷണങ്ങളും വർത്തമാനങ്ങളും ചർച്ചകളും ഒക്കെ ആയി തബൂക്കിൽ നിൽക്കുന്ന സമയം മദീനയിലതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബി മരണപ്പെടുകയാണ്. ആ സ്വഹാബിയുടെ പേർ മുആവിയത്ത് ഇബ്നുൽ മുസ്നി. അദ്ദേഹമാണ് മരിക്കുന്നത്. ആ മരണപ്പെട്ട സന്ദർഭം അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മെസ്സേജ് ലഭിക്കുകയാണ്. എപ്പോഴും ആ നബിക്ക് ഇങ്ങനെ മെസ്സേജ് ലഭിക്കും. ഒരു പത്രമാഫീസിലെ ടെലക്സ് മെഷീൻ പോലെ പത്രാധിപർ ഉറങ്ങിയാലും പത്രാഫീസിൽ ആരില്ലെങ്കിലും മെസ്സേജ് അവിടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മൊബൈൽ ഫോണിൽ മെസ്സേജ് വരുന്നത് പോലെ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ഉണരുമ്പോഴും നമ്മൾ ബാത്റൂമിലായാലും മെസ്സേജ് ഇങ്ങനെ വരും. പിന്നെ വന്ന് ഇങ്ങനെ നോക്കിയാൽ ഇന്നയാളെ വിളിച്ചു എന്നിങ്ങനെ അതിൽ വഹി വന്നത് കാണാം. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ വഹി വരികയാണ്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിയാലും അവിടുന്ന് ഉണർച്ചയിൽ തന്നെയാണ്. അവിടുത്തേക്ക് ഉറക്കമുള്ള സമയത്തും ബുദ്ധിക്ക് പ്രവർത്തനം ഉണ്ട്, വഹി വന്നുകൊണ്ടിരിക്കും. അത്ര മഹത്വമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വരികയാണ്. ജിബ്രീൽ വന്നിട്ട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഹബീബായ നബിയെ, നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യൻ മദീനയിൽ മരണപ്പെട്ടിട്ടുണ്ട്. ആ മരിച്ച സഹോദരന്റെ സമീപത്തേക്ക് പോകാൻ, ആ ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കാൻ അങ്ങക്ക് താല്പര്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ തയ്യാറാവുകയാണ്. ഉടനെ വാഹനമെത്തി. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ ധാരാളം ചിറകുകളുള്ള മലക്കാണ്. ലോകത്തിന്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് പോകാൻ ജിബ്രീൽ അലൈഹിസ്സലാമിന് കൂടുതൽ സമയം ആവശ്യമില്ല. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ ഇൻ ഹിയ ഇല്ലാ സ്വൈഹത്തുൻ വാഹിദ. സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഒരു ജനതയെ മൊത്തം നശിപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചെറിയൊരു ശ്രമം മതി.
അത്ര ശക്തിയുള്ള ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലെത്തിച്ചു. മദീനയിലെത്തിക്കുകയാണ്. എത്തിച്ചപ്പോൾ ആ മയ്യത്ത്, ആ മരണപ്പെട്ട മുആവിയത്ത് ബിനുൽ മുസ്നിയുടെ ഡെഡ് ബോഡി, ആ ജനാസ മദീനത്തെ പള്ളിയിലുണ്ട്. ജനാസ നിസ്കാരം നടത്തിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തു നിൽക്കുക. 900 കിലോമീറ്റർ ദൂരെ നിന്നാണ് ഈ വരുന്നത്. അവിടെ എത്തി. സുബ്ഹാനല്ലാഹ്, ചെന്നു നോക്കുമ്പം പള്ളിയിൽ നിറയെ മലക്കുകളാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും സഫിൽ മലക്കുകളാണ്. അതിന്റെ പിന്നിൽ മുഅ്മിനീങ്ങൾ വേറെയും. ആ നിസ്കാരത്തിന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം നൽകി നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞപ്പോൾ അനുയായികൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഇത്രയും കൂടുതലുള്ള ഈ ബന്ധം എങ്ങനെ ഉണ്ടായി? ഈ മനുഷ്യനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ടായി? ഇസ്ലാമിക സമൂഹത്തിന്റെ ആ ബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ പാരായണം ഉണ്ടായാൽ, ഖുർആനുമായി ബന്ധമുണ്ടായാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്ത് ഒരു വ്യക്തിയുടെ ഖൽബിലുണ്ടായാൽ, ആ ബന്ധത്തിന്റെ പേരിൽ ഒരു വ്യക്തിയും സമൂഹവും എപ്പോഴും കെട്ടുറപ്പിലും യോജിപ്പിലും ആയിരിക്കും. നമ്മൾ എവിടെയായിരുന്നാലും ശരി, ആ ബന്ധം അവിടെയെല്ലാം വന്നു നമ്മെ രക്ഷിക്കും. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഈ മനുഷ്യൻ ആരാന്നറിയാമോ? ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ഗുണം, കാന യുക്സിറു മിൻ സൂറത്തി ഖുൽ ഹുവല്ലാഹു അഹദ് ഖായിമൻ വജാലിസാ. നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാ സമയത്തും സൂറത്തുൽ ഇഖ്ലാസ് എന്ന അധ്യായം എപ്പോഴും പതിവാക്കുന്ന ആളായിരുന്നു ഈ മനുഷ്യൻ. ആ ഒരൊറ്റ കാരണം കൊണ്ട് സൂറത്തുൽ ഇഖ്ലാസിന്റെ പവറാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആ ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സന്ദർഭമുണ്ടായതിന്റെ കാരണം ആ സൂറത്തുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേതാക്കളുമായി, ആലിമീങ്ങളുമായി, സയ്യിദുമാരുമായി നല്ല ബന്ധം സ്ഥാപിക്കണം. ഇസ്ലാമിക സമൂഹത്തിന്റെ ബന്ധം അങ്ങനെയാണ്. അതൊരു ദിവസമുള്ള ബന്ധമല്ല, 2 ദിവസമുള്ള ബന്ധമല്ല, എന്നും നിലനിൽക്കുന്ന ബന്ധമാണ്. കാരണം ഈ ബന്ധം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി നിയുക്തരായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയേറെ നമുക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി ആ നബി കരഞ്ഞിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. നാളെ മഹ്ശറ ലോകത്ത് എല്ലാവരും സ്വന്തം ശരീരത്തിന്റെ കാര്യം മാത്രം ആലോചിക്കുന്ന സന്ദർഭത്തിൽ നഫ്സി നഫ്സി എന്ന് എല്ലാവരും പറയുമ്പോൾ, ഒരു നേതാവിന്റെ വായിൽ നിന്ന് വരുന്ന ശബ്ദം ഉമ്മത്തി, എന്റെ സമുദായം, എന്റെ സമുദായം എന്നിങ്ങനെ ആവർത്തിച്ചു പറയുകയും ആ സമുദായത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പാട് അനുഭവിച്ച നേതാവ് മദീനയിൽ വെച്ച് ആ മഹ്ശറ ലോകത്ത് വെച്ച് ആ സമുദായത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഹദ്റത്തിൽ ശുപാർശ നടത്തുകയും ചെയ്യുമെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ആ ബന്ധം പോലെ നബിയുടെ കാലശേഷം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രന്മാരായ, സന്താന പരമ്പരയായ അഹ്ലു ബൈത്തിനോട്, ആലിമീങ്ങളോട്, നേതാക്കളോട്, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളായ ആളുകളോടും നല്ല ബന്ധം സ്ഥാപിക്കുകയും അവരെ സ്നേഹം സമ്പാദിക്കുകയും ചെയ്യാൻ ഇസ്ലാമിക സമൂഹം തയ്യാറാവണം. ഒന്നാമത് അതാണ് വേണ്ടത്. കാരണം നേതൃത്വമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല. ഒന്നോർത്തു നോക്കൂ, ഇതാ ഈ സ്റ്റേജിൽ നോക്കിയാൽ ഇവിടെയും നമുക്ക് നേതൃത്വമുണ്ട്. നമ്മളൊരു പള്ളിയിൽ പോയാൽ ആ പള്ളിയിലും നമുക്ക് നേതൃത്വമുണ്ട്. ആ പള്ളിയിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്, നിസ്കരിക്കുകയാണ്. ആ വന്ന ആളുകളിൽ വെച്ച് ഏറ്റവും വിവരമുള്ള ആളാരാണോ, പണ്ഡിതനാരാണോ, ആ പണ്ഡിതനാണ് പ്രാർത്ഥിക്കുന്നത്. ആ പണ്ഡിതന്റെ പിന്നിലാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അപ്പൊ അവിടെയും നമുക്ക് നേതൃത്വമുണ്ട്. ഇനി ഏത് സ്ഥലത്ത് നമ്മൾ എത്തിയാലും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേതൃത്വം നഷ്ടപ്പെടുന്നൊരു സന്ദർഭമില്ല. അപ്പോൾ ഇസ്ലാമിക സമൂഹത്തിന്റെ ഒന്നാമത്തെ ബാധ്യത നേതാവിനെ മനസ്സിലാക്കുകയും ആ നേതാവിനെ പിന്തുടരുകയും ആ നേതാവിന്റെ ഉപദേശങ്ങൾ പരിപൂർണമായി സ്വീകരിക്കുകയുമാണ് ഒന്നാമത്തെ ബാധ്യത.
രണ്ടാമത്, ഇസ്ലാമിക സമൂഹം പിന്നെ പ്രധാനമായ ഒരു കാര്യം ചെയ്യേണ്ടത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ അതൊരു കുടുംബമാണ്, ഒരൊറ്റ കുടുംബമാണ്. ആ കുടുംബത്തിന് നിറത്തിൻ്റെ വ്യത്യാസമില്ല, ആ കുടുംബത്തിന് നാടിൻ്റെ വ്യത്യാസമില്ല. ലോകത്ത് എവിടെയുള്ള മുസ്ലിമീങ്ങളും ഒരൊറ്റ കുടുംബമാണ്. ആ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് വല്ല അപകടവും സംഭവിച്ചാൽ മുസ്ലിമീങ്ങൾക്കെല്ലാം വേദനയുണ്ടാവണം. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സഹോദരന് ഒരു വിഷമമുണ്ടായാൽ ആ വിഷമത്തെപ്പറ്റി നമ്മളെ ഉള്ളിൽ വേദനയുണ്ടാവണം. ഏതെങ്കിലും ഒരു മുസ്ലിമായ സഹോദരൻ ഇസ്ലാമിൻ്റെ മഹത്തായ പാതയിൽ നിന്ന് തെറിച്ചുപോയി എന്ന് തോന്നിയാൽ, കേട്ടാൽ നമ്മളെ കൽബ് വേദനിക്കണം. ആ വേദനയുടെ ഫലമായി ആ സഹോദരന്റെ തെറ്റുതിരുത്തണമെന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. ഇതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ബാധ്യത. സമുദായത്തിലെ മുഴുവൻ ആളുകളെയും പടച്ചവന്റെ മാർഗത്തിലേക്ക് അവനെ കൊണ്ടുവരാനുള്ള അങ്ങേയറ്റത്തൊരാഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ വേണം. അവനങ്ങ് നശിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. അവനെ നിസ്കരിക്കുന്നില്ലെങ്കിൽ നിസ്കരിക്കണ്ട, ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ പോരെ, അയാളെ കാര്യം ഞാൻ എന്തിനു നോക്കണം? സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജനസമൂഹത്തെ വീണ്ടും 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 ഉപദേശിക്കുകയാണ്. ആ ഉപദേശം സ്വീകരിക്കാതെ ചില ആളുകൾ മാറിപ്പോയപ്പോൾ കൽബിലുണ്ടായ വേദന, ലഅല്ലക ബാഖിഉൻ നഫ്സക, നബിയെ അങ്ങയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടാകും. ഇവര് വിശ്വസിക്കാത്തതിന്റെ പേരിൽ മനസ്സിന് വേദന ഉണ്ടാകും. എന്നാൽ അവിടുന്ന് ഈ ദഅവത്തിന്റെ പ്രവർത്തനം നിർത്താൻ പാടില്ല. സമുദായത്തിലെ അയൽക്കാരാവട്ടെ, കുടുംബത്തിൽപ്പെട്ടവരാവട്ടെ, അവരൊക്കെ നല്ലവരായിത്തീരണമെന്ന ഒരാഗ്രഹം മുസ്ലിമായ മനുഷ്യന്റെ കൽവിൽ ഉണ്ടായേ പറ്റൂ. അതെപ്പോ ഇല്ലാതായോ നമ്മുടെ സമൂഹത്തിന്റെ ഐക്യവും സമൂഹത്തിന്റെ ഭംഗിയും എല്ലാം കെട്ടടങ്ങിപ്പോകും. ഇസ്ലാമിക ചിന്താധാരയുടെ പുറത്തു നിൽക്കുന്ന ആളുകളെ പറ്റി പോലും നമ്മളെ വിചാരം എന്താണ്? പടച്ചവനെ, ഇത് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണല്ലോ, ആ സൃഷ്ടിയിലേക്ക് ഞാൻ മെല്ലെ ഒരു പാലം ഇട്ട് കൊടുക്കട്ടെ, അവനെ മെല്ലെ ഇതിലേക്കൊന്ന് വിളിക്കട്ടെ എന്നൊരു ചിന്ത നമ്മളെ കൽബിൽ വേണം. അങ്ങനെയാണല്ലോ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ നാടുകളിലുണ്ടായിരുന്ന വഅള് പരിപാടികൾ. വലിയ വലിയ ഉസ്താദുമാര് വഅള് പറയുമ്പോൾ, അന്ന് മൈക്കില്ല, മറ്റ് സൗകര്യമൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ പ്രസംഗിച്ചാൽ ആ പ്രസംഗം മുസ്ലിമീങ്ങൾ മാത്രമല്ല കേൾക്കുന്നത്, എല്ലാരെയും കേൾപ്പിക്കുന്ന പ്രസംഗങ്ങളാണ്. ആ പ്രസംഗം കേൾക്കുമ്പോൾ പ്രസംഗം കേൾക്കുന്ന ഇതര മതസ്ഥരായ ആളുകൾ ആ സ്റ്റേജിലേക്ക് വന്ന് കെലിമ ചൊല്ലിത്തരാൻ വേണ്ടി ആ ഗുരുവിനോട് അങ്ങോട്ട് അഭ്യർത്ഥിക്കുകയാണ്, എനിക്ക് കെലിമ ചൊല്ലിത്തരണം. അങ്ങനെ കെലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നവരുടെ മക്കളും അവരുടെ സന്താന പരമ്പരകളുമാണ് ഇന്ന് കൊണ്ടോട്ടിയിലും പരിസരത്തുമൊക്കെ പരിശുദ്ധ ദീനിന്റെ മഹത്തായ പതാകയും നെഞ്ചിലേറ്റിക്കൊണ്ട് ജീവിക്കുന്നത് എങ്കിൽ നമ്മൾ ഓർക്കണം, വലിയൊരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ സന്ദേശം പുറംലോകത്ത് അറിയിക്കൽ പോലും ബാധ്യതയാണ് എങ്കിൽ അകത്ത് ഇതെത്രമാത്രം വ്യാപിപ്പിക്കണമെന്ന് ഗൗരവത്തോടെ നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കണം. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളെ അനുജനോട്, ജ്യേഷ്ഠനോട്, അമ്മാവനോട്, മാതാവിനോട്, പിതാവിനോട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നോക്കിയാൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഇസ്ലാമിൽ വരാൻ മടിച്ചു. അബൂ ഹുറൈറയ്ക്ക് വേദനയായി. നമ്മളൊരു സഹോദരി, നമ്മളൊരു പെങ്ങള്, നമ്മൾ പറഞ്ഞിട്ടൊന്നും സമൂഹത്തിന്റെ, ഇസ്ലാമിക സമൂഹത്തിന്റെ അച്ചടക്കങ്ങളോ മര്യാദകളോ ഒന്നും അവള് പാലിക്കുന്നില്ല. നമ്മളൊരു മകള്, ഒരു മകൻ ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടാ പോകുന്നത്. അത്തരം മക്കളെ എങ്ങനെയാണ് നന്നാക്കുക? അതിനെന്താണ് മാർഗം? അതിങ്ങനെ മുസ്ലിമായ മനുഷ്യൻ ആലോചിച്ചു കൊണ്ടിരിക്കണം. എന്നിട്ട് അവനെ ഏതുവരെ അവനെ നന്നാക്കിയെടുക്കുവാനുള്ള തന്ത്രങ്ങളെപ്പറ്റി അവനിങ്ങനെ ആലോചിക്കണം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഇതാ സൂറത്തുൽ കഹ്ഫ് എന്ന അധ്യായത്തിൽ ഒരു ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ജ്യേഷ്ഠൻ അനുജനെ ഉപദേശിക്കുന്ന വലിയൊരു ചരിത്രം പറഞ്ഞു തരികയാണ്. വദ്രിബ് ലഹും മസല റജുലൈനി,
ജഅൽനാ ലിഅഹദിഹിമാ ജന്നത്തൈനി മിൻ അഅനാബിൻ വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സർആ. കഴിഞ്ഞ ദിവസം ഈ ഭാഗം കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഞാനതിൻ്റെ ചുരുക്കം ചില വിവരങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അബൂ സലമ എന്ന് പറയുന്ന ജ്യേഷ്ഠൻ സ്വന്തം അനുജനെ അതാ സന്മാർഗത്തിലേക്ക് വിളിക്കുകയാണ്. വളരെ ഗൗരവത്തോടെ ഓർത്തുകൊള്ളണം, ചില കുടുംബങ്ങളിലുള്ള ജ്യേഷ്ഠന്മാർ വലിയ മുതലാളിമാരായിരിക്കും, വലിയ പണക്കാരായിരിക്കും. ആ കുടുംബങ്ങളിലെ താഴെയുള്ള അനുജന്മാർ സാമ്പത്തികമായി വളരെ പിന്നിലായിരിക്കും. സാമ്പത്തികമായി കഴിവ് വർദ്ധിക്കുമ്പോൾ നിസ്കാരവുമില്ല, നോമ്പുമില്ല, പണമിങ്ങനെ വാരി എറിയുകയാണ്. അനുജനാകട്ടെ ഒരു വീടിന് തറകെട്ടാൻ പണമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ജ്യേഷ്ഠൻ പണമിങ്ങനെ വാരി എറിയുകയാണ്. അത്തരം സാഹചര്യങ്ങളിൽ ആ ജ്യേഷ്ഠനെ ഉപദേശിക്കുവാനുള്ള ബാധ്യത അനുജനുണ്ട്. നേരെ പോയി ഉപദേശിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഗുരുനാഥന്മാര് മുഖേന അല്ലെങ്കിൽ നല്ല സദസ്സുകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട്, ദിക്ർ ഹൽക്കകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട്, നല്ല മഹാന്മാരായ ആളുകളുടെ സമീപത്ത് അവരെ കൊണ്ടുപോയി അവരുടെ ദുആയിൽ പങ്കെടുപ്പിച്ച് ഇവന്റെ മനസ്സ് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ ആ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ ചെയ്യേണ്ടതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വന്തം ഉമ്മയെപ്പറ്റി ഖൽബിൽ വേദനിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ നല്ലൊരു പരിഹാരം കാണുകയാണ്. ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞാലൊന്നും കാര്യമുണ്ടാവുകയില്ല, പക്ഷേ എന്നാലും ഒന്ന് പറഞ്ഞു നോക്കുക. പറഞ്ഞു. അബൂ ഹുറൈറക്ക് അടി കിട്ടുകയാണ്. നീ പോകുമെന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ ചെന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും പരിഹാരമുണ്ടാകുമല്ലോ. മുത്തുനബിയുടെ സമീപത്ത് എന്ന് അബൂ ഹുറൈറ സങ്കടം പറഞ്ഞപ്പോൾ ഒരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ ഇഹ്ദി ഖൽബ ഉമ്മി അബീ ഹുറൈറ. അബൂ ഹുറൈറയുടെ ഉമ്മയുടെ കൽബിൽ നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്. ആ ദുആക്ക് ആമീൻ പറഞ്ഞ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയപ്പോൾ വാതിൽ അടച്ചിരിക്കുന്നു. ഉമ്മ അകത്താണ്. അബൂ ഹുറൈറ പുറത്തിങ്ങനെ കാത്തു നിന്നു. ഉമ്മ എവിടെ എന്തെടുക്കുകയാണെന്ന് മനസ്സിലാകുന്നില്ല. വെള്ളത്തിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. ഒരു പക്ഷേ കുളിക്കുകയായിരിക്കാം. വാതിലിന് മുട്ടി വാതിൽ തുറന്നില്ല. അല്പം കഴിഞ്ഞ് വാതിൽ തുറന്നു നോക്കുമ്പോൾ ആ ഉമ്മ അതാ ശുദ്ധി വരുത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച്, മോനെ, നിന്റെ പ്രസ്ഥാനത്തിൽ ഞാനും അംഗമായി ചേർന്നിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. കുടുംബത്തിലുള്ള മാതാപിതാക്കളെയും ജ്യേഷ്ഠാനുജന്മാരെയും അമ്മാവന്മാരെയും ബന്ധുക്കളെയും അളിയന്മാരെയും ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഹക്കിന്റെ മാർഗത്തിലേക്ക് എത്തിക്കണമെന്നൊരു വിചാരം ഈ റമദാൻ മാസത്തിൽ പ്രത്യേകിച്ച് നമ്മളെ കൽബിൽ വേണം. അതാ അബൂ സലമ അനുജനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഒരു കാര്യം ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? അയാളുടെ സ്ഥിതി എന്താണ്? വലിയ തോട്ടത്തിന്റെ ഉടമയാണ്, വലിയ ഫ്ലാറ്റുകളുള്ള മുതലാളിമാർ ഈ സദസ്സിലുണ്ടായിരിക്കാം. ഒന്നും രണ്ടും മൊബൈല്, അതിങ്ങനെ വേണ്ടിയിട്ടും വേണ്ടാണ്ടും വർക്ക് ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരായ കുട്ടികൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. അതേസമയം താമസിക്കുന്ന വീട്ടിന്റെ വാടക കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന അനുജന്മാർ, ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാത്തതിന്റെ പേരിൽ ഇട്ട കുപ്പായം മാറ്റാൻ പറ്റുകയില്ലല്ലോ എന്ന് മനസ്സിലാക്കി വളരെ കഷ്ടപ്പാടോടുകൂടി ജീവിക്കുന്നവരുണ്ട്. ആ ജ്യേഷ്ഠന്മാരെ അനുജന്മാര് ഒന്ന് വിളിക്കണം, അവരുമായൊന്ന് സംവദിക്കാൻ തയ്യാറാകണം. അതാ കൊണ്ടുപോവുകയാണ്. ആ വലിയ തോട്ടം, നല്ല മുന്തിരിപ്പഴങ്ങളും ഈത്തപ്പഴങ്ങളുമുള്ള തോട്ടത്തിലേക്ക് ആ ജ്യേഷ്ഠനെയും കൊണ്ട് അനുജൻ പോകുന്നു. ആ ജ്യേഷ്ഠനും അനുജനും അവിടെ എത്തുന്നു. എന്നിട്ടൊന്നും ജ്യേഷ്ഠന് അവന്റെ വീമ്പളക്കൽ അവസാനിപ്പിക്കുന്നില്ല. വദഖല ജന്നതഹു വഹുവ ളാലിമുൽ ലിനഫ്സി ഖാല മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ. പണം കയ്യിലുള്ള ആൾക്ക് മരണത്തിന്റെ ചിന്ത വളരെ കുറവായിരിക്കും. പണം കയ്യിൽ കൂടുതലുണ്ടായാൽ അള്ളാഹുവിനെ പറ്റി ഓർമ്മയുണ്ടാവുകയില്ല. പാവപ്പെട്ടവന്റെ അത്ര വിനയത്വം പണക്കാരന് പലപ്പോഴും ഉണ്ടാവുകയില്ല.
ആ പണക്കാരനോട് ഉപദേശിച്ചിട്ട് അവന്റെ പ്രതികരണം എന്താണെന്നറിയാമോ? വലഇൻ റുദിത്തു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബാ. ഞാൻ മരിച്ചാൽ എനിക്ക് അവിടെയും ധാരാളം ഉണ്ടാവും. എനിക്ക് ഈ തോട്ടൊന്നും ഇതൊന്നും നശിച്ചു പോവുകയില്ല, ഞാൻ അടുത്തൊന്നും മരിക്കുകയില്ല. ഇനി മരിച്ചാൽ തന്നെ എനിക്ക് അവിടെ ഉണ്ടാവും. ഞാൻ തൊടുന്നതെല്ലാം ഭാഗ്യത്തിന്റെ ആളാണ്. ഒരു മകൻ ഖത്തറിലാണ്, രണ്ടാമൻ കുവൈത്തിലാണ്, മൂന്നാമത്തെ ആള് ബഹ്റൈനിലാണ്. വളരെ ഉഷാറാണ്. അപ്പോ ഉസ്താദ് ചോദിച്ചു, നിങ്ങൾക്ക് ഷുഗർ? ഏയ് നമുക്ക് ഷുഗറും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെ? എനിക്ക് 150. അപ്പൊ ഈ ഇബാദത്ത് ഈമാനും തഖ്വയുള്ള മൂപ്പര ഷുഗർ 150. ഇബാദത്തുമില്ല, തഖ്വയില്ല, ഈമാനുമില്ല, സ്വാലിഹായ അമലുമില്ല. ഈ വലിയ പണക്കാരനാവട്ടെ ഒരു രോഗവുമില്ല, ഒരു വിഷമവുമില്ല, മക്കളും വലിയ റാഹത്തിൽ. ഈ റാഹത്തുകളെല്ലാം കൂടി എടുത്തിട്ട് ഇവൻ ഉസ്താദിനോടും എല്ലാവരോടും പറയും, പടച്ചവൻ വലിയ നേമത്ത് എനിക്ക് ചെയ്ത്, ഒരു വിഷമവുമില്ല, ഒരു പ്രയാസവുമില്ല. ഈ പ്രയാസവും വിഷമവും ഇല്ല എന്ന് പറയുന്ന ഈ മനുഷ്യനെ സമീപ ഭാവിയിൽ അള്ളാഹു പിടിക്കാൻ പോകുന്നുണ്ട് എന്ന കാര്യം ഇവൻ മറന്നുപോയതാണ്. എത്രയെത്ര വലിയ മുതലാളിമാർ യാതൊരു വിഷമവുമില്ലാതെ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് മരണം അവരെ പിടികൂടിയിട്ടുണ്ട്. അവരൊന്നിച്ച് അവരെ ഭാര്യയും അവരും വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ കുടുംബം ഒന്നിച്ച് തകർന്നു പോയി. ആ വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ വീടിന്ന് താമസിക്കാൻ ആളില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ ഒരിക്കലും തന്നെ അനുഗ്രഹങ്ങൾ, തോട്ടങ്ങൾ, ഫ്ലാറ്റുകൾ ഇതെല്ലാം പടച്ചവൻ നമ്മെ ഇഷ്ടപ്പെട്ടിട്ട് തന്നതാണെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഈ സഹോദരന്റെ തോട്ടങ്ങളെ സംബന്ധിച്ച് അനുജൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാവിറുഹു അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫാ. മണ്ണിൽ നിന്ന് നിന്നെ പടക്കുകയും മണ്ണിൽ നിന്ന് നിന്റെ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുകയും ആ ആദം നബി അലൈഹിസ്സലാമിന്റെ ജനനേന്ദ്രിയത്തിൽ നിന്ന് പുറപ്പെട്ട ഇന്ദ്രിയത്തുള്ളി, ആ ഇന്ദ്രിയത്തുള്ളി വേറൊരു സ്ത്രീയുടെ മൂത്രിക്കുന്ന ഭാഗത്തിലൂടെ നീ മനസ്സിലാക്കണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഈ ഭൗതിക ലോകത്തിന്റെ സ്വഭാവം അതാണ്. ഭൗതിക ലോകത്തിന്റെ സ്വഭാവം അതാണ്. ഈ ഭൗതിക ലോകമെന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ ആകെയുള്ളതെന്താ? കുറെ ഭക്ഷണം, മത്ഊം, പിന്നെ മശ്റൂബ്. ദുനിയാവ് 6 എണ്ണമാണ് ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ. ഒന്ന് മത്ഊമാണ്, മറ്റൊന്ന് മശ്റൂബാണ്, മറ്റൊന്ന് മശ്മൂമാണ്, മറ്റൊന്ന് മൻകൂഹാണ്. ഇങ്ങനെ കുറെ എണ്ണീറ്റ് അലി ഇബ്നു അബീ ത്വാലിബ് പറയാണ്, ഈ ദുനിയാവിന്റെ സ്വഭാവം നോക്കിയാൽ ഒന്ന് ഭക്ഷണമാണല്ലോ. ആ ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഒരു മനുഷ്യനേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണല്ലോ തേൻ. ആ തേൻ പുറപ്പെടുന്നത് ഒരു തേനീച്ചയുടെ പിന്തുഹാരത്തിലൂടെയാണ് അത് പുറപ്പെടുന്നത്. ആ തേനാണല്ലോ ദുനിയാവിലെ ഏറ്റവും നല്ലതാണെന്ന് നമ്മൾ പറയുന്ന സാധനം. പിന്നെ മണക്കുന്ന സാധനത്തിൽ ഏറ്റവും നല്ലത്, നല്ല സുഗന്ധം കസ്തൂരിയാണ്. ആ കസ്തൂരിയുടെ യഥാർത്ഥ നിലപാടെന്താണ്? അലി ഇബ്നു അബീ ത്വാലിബ് പറയുന്നു, അത് രക്തമാണ്. ആ രക്തത്തിന്റെ പ്രത്യേകമായ ഒരു വകഭേദമാണ്. പിന്നെ ദുനിയാവിൽ വലിയ സന്തോഷമുള്ള കാര്യമായി ഒരുപാട് പണം മുടക്കി നമ്മൾ ചെയ്യുന്ന മറ്റൊരു വിഷയം വിവാഹമാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് പറയുന്നു, അതിന്റെ കഥ പറയണ്ട. പുരുഷൻ മൂത്രിക്കുന്ന ഭാഗം, സ്ത്രീ മൂത്രിക്കുന്ന ഭാഗം, അതു തമ്മിൽ ബന്ധപ്പെട്ടുണ്ടാകുന്ന സുഖമല്ലേ ഈ പറയുന്നത്? ഇതെല്ലാം അവസാനിച്ചു പോകുമെന്നതിനെപ്പറ്റി ചിന്തിക്കാൻ അല്പമൊന്ന് ആലോചിച്ചാൽ ദുനിയാവിന്റെ സുഖങ്ങൾ മുഴുവനും ഇതുപോലെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല ഉപദേശമെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബ്. ഒന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും നിന്റെ ശരീരം റൂഹ് പോയാൽ 24 മണിക്കൂർ ഈ ഭൂമിയിൽ വെക്കാൻ പറ്റാത്ത സാധനമാണ്. ചീഞ്ഞ് നാറിയിട്ട് നിന്റെ ഭാര്യ പറയും മണക്കുന്നു എന്ന് പറയും, നിന്റെ മക്കൾ പറയും ഒന്ന് കൊണ്ടുപോകോ എന്ന് ചോദിക്കും. അത്ര നാറുന്ന ഈ സാധനമാണ് ഈ ശരീരമെങ്കിൽ, ഈ തോട്ടത്തിന്റെ ഉടമസ്ഥനായി വലിയ പണക്കാരായി ജീവിക്കുന്ന മനുഷ്യ, റബ്ബിനെ നീ ഒന്ന്
ആദരിക്കുകയും ആ തോട്ടത്തിൽ എപ്പോൾ നീ കടക്കുന്നു ആ സമയത്തൊക്കെ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഫ്ലാറ്റിലേക്ക്, തോട്ടത്തിലേക്ക്, അവനവന്റെ വലിയ വലിയ സ്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെല്ലൽ സുന്നത്തുള്ളൊരു ദിക്റാണ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇഷ്ടം പോലെ റബ്ബറും തേങ്ങയൊക്കെ ഉള്ള ആള് അതിലേക്ക് തോട്ടത്തിൽ കടക്കുമ്പോൾ ഈ ദിക്റാണ് ചൊല്ലേണ്ടത്. ഇതൊക്കെ അള്ളാഹു എനിക്ക് ചെയ്തതാണ് എന്ന ഒരു അനുഗ്രഹത്തിന്റെ വചനമാണ് പറയേണ്ടത്. പക്ഷേ അത് പറയുന്നതിന് പകരം പല ആളുകളും അള്ളാഹു ചെയ്ത നിഅമത്തിനെ എടുത്തു കളയുകയാണ്, മറന്നു കളയുകയാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം എടുത്തു നോക്കൂ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെട്ടപ്പോൾ, അഹ്മദ് ബിൻ ഹംബൽ മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ മുഹമ്മദ് ബിൻ ഹുസൈമ റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഹുസൈമ ഉള്ളത്. ഇബ്നു ഹുസൈമ ഹദീസിന്റെ പണ്ഡിതനായ ഇബ്നു ഹുസൈമ, വലിയ പണ്ഡിതനായ ഇബ്നു ഹുസൈമ ഉള്ളത് അലക്സാണ്ട്രിയയിലാണ്, ഈജിപ്തിൽ. ആ അലക്സാണ്ട്രിയയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മുഹമ്മദ് ബിൻ ഹുസൈമക്ക് വിവരം ലഭിക്കുകയാണ് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടിരിക്കുന്നു. ഉടനെ തന്നെ മുഹമ്മദ് ബിൻ ഹുസൈമ റളിയല്ലാഹു അൻഹു ആ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുകയാണ്, പടച്ചവനെ, ഗുരുനാഥൻ മരിച്ചപ്പോ ഞാനവിടെ ഉണ്ടായില്ലല്ലോ. ആ ഗുരുനാഥനുള്ള സമയത്ത് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ആ ഗുരുനാഥന്റെ സംസ്കരണത്തിൽ പങ്കെടുക്കാമായിരുന്നു. കഴിഞ്ഞില്ലല്ലോ. ആ വേദനയോടുകൂടി അലക്സാണ്ട്രിയ പട്ടണത്തിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഹുസൈമ ഫാത്തിഹ ഓതിയിട്ട് പാർസലാക്കുകയാണ്. മരിച്ചുപോയ ഉസ്താദിന് ഫാത്തിഹ ഓതുകയാണ്. മരണപ്പെട്ട ആൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾ ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്യാം. ജീവിച്ചിരിക്കുന്നവർക്കും വേണ്ടിയും ഫാത്തിഹ ഓതിയിട്ട് ദ്വാരക്കാം. ആ ഫാത്തിഹയുടെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ്. മുഹമ്മദ് ബിൻ ഹുസൈമ ഫാത്തിഹ ഓതി ദുആ ചെയ്തു. അന്ന് രാത്രി ഉറങ്ങുന്ന സമയം മുഹമ്മദ് ബിൻ ഹുസൈമ റളിയല്ലാഹു അൻഹു ഉറങ്ങുമ്പോൾ അഹ്മദ് ബിൻ ഹംബൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ചോദിക്കുന്നു, എന്താണ് നിങ്ങളെ ഖബറിലുള്ള ഹാല്? സുബ്ഹാനല്ലാഹ്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കാലിന്മേൽ സ്വർണത്തിന്റെ രണ്ട് ചെരുപ്പ്. ദുനിയാവിൽ മുഅ്മിനീങ്ങൾക്ക്, പുരുഷന്മാർക്ക് സ്വർണം ഹറാമാണ്. ആഖിറത്തിൽ അവർക്കത് അനുവദിച്ചിരിക്കുന്നു അല്ലാഹു. ദുനിയാവിൽ പുരുഷന്മാർക്ക് സ്വർണ്ണാഭരണം പാടില്ല, വെള്ളിയുടെ ആഭരണങ്ങൾ പാടില്ല. അത് സ്വർഗത്തിൽ അല്ലാഹു അവർക്ക് അനുവദിച്ചിരിക്കുന്നു. അഹ്മദ് ബിൻ ഹംബലിന്റെ കാലുമ്മലി സ്വർണത്തിന്റെ ചെരുപ്പ് കണ്ടപ്പോൾ മുഹമ്മദ് ബിൻ ഹുസൈമ ചോദിക്കുന്നു, ഇതെന്താണ് കഥ? വളരെ സന്തോഷമാണ്, വളരെ സന്തോഷത്തിലാണ് ഞാൻ ഇവിടെ ഉള്ളത്. ചോദിക്കുന്നു, എന്താണ് ഇതിന്റെ കാരണം? ബഹുമാനപ്പെട്ടവർ നൽകുന്ന മറുപടി, എനിക്ക് ഈ മുഴുവൻ സന്തോഷവും കിട്ടാനുള്ള കാരണം കുല്ലു ശൈഇൻ ബിഖുദ്റത്തില്ലാഹ്, എല്ലാ സംഗതികളും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമാണ് നടക്കുന്നത്. എന്റെ പവർ കൊണ്ടല്ല, അള്ളാഹിന്റെ ഖുദ്റത്ത് കൊണ്ടാണ് എനിക്ക് ഈ ഭൂമി ഉണ്ടായത്, എനിക്ക് ഈ ജോലി കിട്ടിയത്, എനിക്ക് ഈ മക്കളൊക്കെ നല്ലവരായത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ്. എല്ലാം അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ കാരണം കൊണ്ടാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബലിന് ഈ പവർ കിട്ടിയതെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളുടെ നിലപാട് അതായിരിക്കണം. ഈ തോട്ടക്കാരൻ ധിക്കാരിയായിരുന്നു. അവൻ ഈ അനുജന്റെ ഉപദേശങ്ങളൊന്നും സ്വീകരിച്ചില്ല, തള്ളിപ്പറഞ്ഞു. ആ ഒരൊറ്റ കാരണം കൊണ്ട് അവൻ അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങളും ബേജാറുകളും ഞാനത് നീട്ടിപ്പറയുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? ഈ വലിയ പണക്കാരന്റെ, ഈ വലിയ സമ്പന്നന്റെ തോട്ടം, ആ തോട്ടം മുഴുവനും അതാ ഒരു സുനാമി വന്ന്, ഒരു കൊടുങ്കാറ്റ് വന്ന് തകർന്നു പോയി. എന്നിട്ട് ഈ തോട്ടത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഇറക്കിയ വളവും ഇതിന്റെ ഗുണത്തിന് വേണ്ടി ചെലവഴിച്ച പണവും തോട്ടവും ഒക്കെ നശിച്ചു പോയപ്പോൾ ആ മനുഷ്യൻ വിരല് കടിക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, യാ ലൈതനി ലം ഉശ്രിക് ബി റബ്ബി അഹദാ, ഞാനിത് വേണ്ടാത്ത പണിയായി പോയി ചെയ്തത്. എന്റെ അനുജന്റെ ഉപദേശം സ്വീകരിച്ചാൽ നന്നായിരുന്നു,
എന്ന് കൈകടിച്ച സന്ദർഭം ഖുർആൻ പറയുന്നു, വലം തകുല്ലഹു ഫിയത്തുൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മുൻതസിറാ. അല്ലാഹുവിന്റെ അദാബ് വന്നാൽ ആരും എന്നെ സഹായിക്കാനുണ്ടാവുകയില്ല. കോഴിക്കോട് മിഠായി തെരുവ് കത്തി നശിച്ചത് നമ്മൾ കണ്ടു, നമ്മൾ വായിച്ചു, നമ്മളെ സമീപത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോട്ട് ഒലിച്ചു പോകുന്ന രംഗം നമ്മൾ കാണുന്നു. ഓർത്തു നോക്കൂ, ഒരുപക്ഷെ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഒരു പാപവും ചെയ്യാത്ത മനുഷ്യന്റെ ബോട്ട് നശിച്ചു പോയാൽ അത് ശിക്ഷയല്ല, വലിയൊരു ബോട്ട് വരാൻ വേണ്ടി ഇവന് ക്ഷമയുണ്ടോ എന്നറിയാനുള്ള പരീക്ഷണമാണ്. ചില ബേക്കറികളൊക്കെ കത്താറുണ്ട്. ബേക്കറി ഇയാൾ നന്നാവും എന്നാണ് സാധാരണ പറയാറുള്ളത്. അത് ബേക്കറിക്ക് മാത്രമുള്ള നിയമമല്ല. ഏത് ബിസിനസ് ആവട്ടെ, ഏത് വീടാവട്ടെ, ഏത് സമ്പത്താവട്ടെ, ആ സമ്പത്തിന്റെ ഉടമ മനഃപൂർവം പാപം ചെയ്തിട്ടില്ല എങ്കിൽ അവന് വരുന്ന ആ ദുരന്തം തൽക്കാലം ട്രാജഡിയാണെന്ന് തോന്നാമെങ്കിലും അത് സുഖത്തിലേക്കുള്ള, കൂടുതൽ ഗുണത്തിലേക്കുള്ള ഒരു ജാലകമാണ്. പിന്നെ വലിയ ഗുണം അയാൾക്ക് കിട്ടും. അതേസമയം പാപം ചെയ്തതിന്റെ പേരിലോ, ഒരാളെ അവഗണിച്ചതിന്റെ പേരിലോ, മഹാന്മാരായ പണ്ഡിതന്മാരെ തെറിപറഞ്ഞതിന്റെ പേരിലോ, പാവപ്പെട്ടവൻ ഒരു സഹായത്തിന് വേണ്ടി വന്നവ തരൂല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതിന്റെ പേരിലോ അള്ളാഹു ഒരാളെ ശിക്ഷിച്ചതാണെങ്കിൽ അത് ശിക്ഷ തന്നെയാണ്. ഇത് രണ്ടും വേർതിരിച്ചറിയാനുള്ള കഴിവ് നമുക്കില്ലാത്തതുകൊണ്ടാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമൂഹത്തിന്റെ വലിയൊരു ബാധ്യത ഉപദേശമാണ്, പരസ്പരമുള്ള ഉപദേശങ്ങളാണ്. മൂന്നാമതായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിം സമൂഹം ചിന്തിക്കണം, കർമ്മം കൊണ്ട് അല്ലാതെ, വിശ്വാസവും കർമ്മമാണ്, വിശ്വാസമാണെങ്കിലും കർമ്മമാണ്, ഇബാദത്തുകളും കർമ്മമാണ്. ആ കർമ്മങ്ങൾ കൊണ്ടല്ലാതെ ഒരൊറ്റ മനുഷ്യനും, സമൂഹത്തിൽ ഒരൊറ്റ മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയുകയില്ല. നല്ല ഇബാദത്ത് വേണം, നല്ല ഈമാൻ വേണം. ഗ്രേഡ് ലഭിക്കണമെങ്കിൽ അതുണ്ടായേ പറ്റൂ, അല്ലാതെ ഗ്രേഡ് ലഭിക്കുകയില്ല. ഖുർആൻ ഇങ്ങനെ ഇടയ്ക്കിടെ ആവർത്തിച്ച് അതിങ്ങനെ പറയുന്നുണ്ട്. ഇസ്ലാമിക സമൂഹത്തിലെ ഏതൊരു വ്യക്തിയാവട്ടെ, അവനൊന്ന് മനസ്സിരുത്തി തീരുമാനിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നൊരു വിചാരം വേണം. നന്മകളെ പറ്റിയുള്ള മീറ്റിങ്ങുകൾ ഇടയ്ക്കിടെ നടത്തണം. സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും ബഹുമാനപ്പെട്ട അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവും തമ്മിൽ ഒരു ചർച്ച നടന്ന സംഭവം സാന്ദർഭികമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ ഇടയിലും അതുപോലൊക്കെ നടക്കണം. നമ്മളെപ്പോഴെങ്കിലുമൊക്കെ വട്ടത്തിൽ ഇരുന്നാൽ തന്നെ നമ്മളെ മഹത്വങ്ങൾ ഇങ്ങനെ പറയുക ചെയ്യുക. നമുക്ക് പണം കടം തരാത്ത ആൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ പറയും അതവന് നമ്മളെ ഗുരുത്തക്കേട് പറ്റിയതാണ്. അങ്ങനെ വേണം, അതൊക്കെ വേണ്ടതാണ്. ഞാനൊന്ന് കണ്ടതാണ് അവന്റെ കീശയിൽ ആ ക്യാഷ്, എന്നിട്ട് പോലും എനിക്ക് തന്നില്ല എന്ന് നമ്മളെ കറാമത്ത് പറയാനാണ് നമ്മൾ പലപ്പോഴും ഒരുങ്ങാറുള്ളത്. ഒരു ദിവസം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദത്തുൽ ജറാഹ്, രണ്ടും സ്വഹാബിമാരാണ്, റസൂലുള്ളാഹിന്റെ അനുയായികളാണ്, അനുചരന്മാരാണ്. ഇസ്ലാമിക സമൂഹത്തിലെ ഓരോ അംഗവും വാശിയോടെ കർമ്മരംഗത്ത് മുന്നോട്ട് വരണം. പള്ളിയിൽ വെച്ച് ഒരാൾ ഇത്തിക്കാഫിരുന്നു ഖുർആൻ ഓതുന്നു. ഇമാം ഗസാലി അദ്ദേഹത്തിന്റെ ഇഹ്യയിൽ പറയുകയാണ്, ഒരാളിങ്ങനെ ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. രാവിലെ 8 മണിക്ക് വന്നതാണ്, ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്, ഖുർആൻ ഓതുകയാണ്, നിസ്കരിക്കുകയാണ്. വേറെ ഒരാൾ പള്ളിയിൽ കയറിയ രണ്ടാമത്തെ ആൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഇപ്പൊ പള്ളിയിൽ നിസ്കരിക്കുന്ന ആ മനുഷ്യൻ ഖളാ വിട്ടുകയായിരിക്കും എന്നു കരുതി അയാളെ അമലിനെ നമ്മൾ താഴ്ത്തിക്കെട്ടാൻ പാടില്ല. മറിച്ച് അയാൾ ആ പള്ളിയിൽ സ്ഥാനം പിടിച്ചതുപോലെ പള്ളിയുടെ ഇപ്പുറത്ത് വേറെ സ്ഥലം ബാക്കിയുണ്ടല്ലോ, അവിടെ നമ്മളും ചെന്ന് ഇരുന്നു നമ്മളും തുടങ്ങുക ഖുർആൻ പാരായണം, നമ്മളും തുടങ്ങുക സ്വലാത്ത്. ഇങ്ങനെ ഒരാൾ ചെയ്താൽ അത് ഒരിക്കലും തെറ്റല്ല, ലോകമാന്യമല്ല. അള്ളാഹു ഇവന്റെ ഖൽബിലേക്കാണ് നോക്കുന്നത്. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, നന്മയുടെ വിഷയത്തിൽ പരസ്പരം മത്സരിക്കണം. ഭാര്യയേക്കാൾ അമല് എനിക്കുണ്ടാവണമെന്നാണ് ഭർത്താവ് ആലോചിക്കേണ്ടത്, ഭർത്താവിനേക്കാൾ സൽക്കർമ്മം എനിക്കുണ്ടാവണമെന്നാണ് ഭാര്യ ആലോചിക്കേണ്ടത്.
ബാപ്പയേക്കാൾ മുന്നിലെത്തണമെന്ന് മകൻ ആലോചിക്കണം. മകനേക്കാൾ അമല് കൂടുതലുണ്ടാവാൻ വേണ്ടി ബാപ്പ ഉത്സാഹിക്കണം. അതൊന്നും ശർഇൽ തെറ്റല്ല. കാരണം നാളെ മഹ്ശറ ലോകത്ത് ധാരാളം ഇബാദത്തുള്ള ഭാര്യ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, അവളെ ഭർത്താവ് നരകത്തിലേക്ക് വിധിക്കപ്പെട്ടു നിൽക്കുന്ന സമയം ആ ഭർത്താവ് ആ ഭാര്യയെ ഇങ്ങനെ കാണുകയാണ്. ഭാര്യ അതാ അമല് അധികമാണ്, സ്വർഗത്തിലേക്ക് പോകാനുള്ള അമലല്ല ഉള്ളത്, അതിൽ കൂടുതലുണ്ട്. ആ അമല് കാണുന്ന സമയം ഭർത്താവുമല്ല ഭാര്യയോട് വന്ന് കെഞ്ചുകയാണ്, അല്ല നിനക്ക് ഇബാദത്ത് കുറെ അധികം ഉണ്ടല്ലോ, എനിക്ക് ലേശം പോരായ്മയുണ്ട്. നമ്മൾ വളരെ സുഹൃത്തുക്കളായി, ഭാര്യയും ഭർത്താവുമായി ഒരൊറ്റ വീട്ടിൽ ഒരേ മണിയറയിൽ ഒപ്പം ജീവിച്ചവരാണല്ലോ. അതുകൊണ്ട് നിന്റെ ഇബാദത്തിൽ നിന്ന് ഒരു ചെറിയ പങ്ക് നിന്റെ ഭർത്താവായ എനിക്ക് തരുമോ? ആ ഭാര്യയുടെ അമല് ഭർത്താവിന് എടുത്തു കൊടുക്കാനുള്ള ഒരു വകുപ്പുമില്ല. ഭർത്താവിനുള്ള കടം ഭർത്താവ് തന്നെ വീട്ടണം, അത് ഭാര്യ വീട്ടിയാൽ മതിയാവുകയില്ല. ഓരോരുത്തരുടെയും ബാധ്യതകളും നിലപാടുകളും മരണത്തിനു മുമ്പ് വീട്ടിയിട്ടില്ല എങ്കിൽ അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് മാറാനുള്ള യാതൊരു നിയമവും അവിടെയില്ല. പിന്നെ നരകത്തിൽ കുറെ അദാബ് സഹിച്ച് പിന്നീട് സ്വർഗത്തിൽ കടക്കാനുള്ള വകുപ്പുണ്ടോ ഇല്ലേ എന്നത് വേറെ വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് വാശിയോടുകൂടി അമലുകൾ വർദ്ധിപ്പിക്കുക. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദത്ത് ജറാഹ് റളിയല്ലാഹു അൻഹു രണ്ടാളും ഇങ്ങനെ ഇരിക്കുകയാണ്. രണ്ടാളും അമലുകളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അബൂ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാൻ എന്നവരെ, നിങ്ങളെക്കാൾ എനിക്കാണ് 3 പോയിന്റ് അധികമുള്ളത്. അള്ളാഹുവിന്റെ ഹദറത്തിൽ ചെന്നാൽ 3 പോയിന്റ് എനിക്ക് അധികമുണ്ട്, 3 നന്മ എനിക്ക് അധികമുണ്ട്. ഞാൻ ആ നന്മ കൊണ്ട് റബ്ബിന്റെ അടുക്കൽ സുഖമെടുക്കും. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ ചോദിക്കുന്നു, അതെങ്ങനെ എന്നേക്കാൾ നിങ്ങൾക്ക് 3 പോയിന്റ് അധികം കിട്ടി? സുബ്ഹാനല്ലാഹ്, ഇങ്ങനൊരു ചർച്ച ഇന്ന് മുഅ്മിനീങ്ങളുടെ ഇടയിൽ നടന്നാൽ നമുക്കാർക്കെങ്കിലും പോയിന്റുകൾ കൂടുതൽ എണ്ണി പറയാൻ കഴിയുമോ റബ്ബിനോട്? ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ ചോദിക്കുന്നു, അബൂ ഉബൈദ, എനിക്ക് നഷ്ടപ്പെട്ടതും നിങ്ങൾക്ക് ലഭിച്ചതുമായ നന്മകൾ ഏതാണ്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എണ്ണുകയാണ്. ഒന്നാമത്, മദീനയിലേക്ക് പുറപ്പെടുന്നതിനു മുൻപ് അഖബയിൽ വെച്ച് നടന്ന ഒരു ഉടമ്പടി. മദീനയിൽ നിന്ന് അൻസാരികൾ വന്നു, മദീനക്കാര് വന്നു, റസൂലുള്ളാഹിയുടെ കൈ പിടിച്ച് ബയ്യത്ത് ചെയ്തു. നബിയെ, അടുത്ത കൊല്ലം മദീനയിൽ വന്നോളൂ, നിങ്ങളെ ഞങ്ങളവിടെ സ്വീകരിച്ചു കൊള്ളാമെന്ന് പറയാൻ, ബയ്യത്ത് ചെയ്യാൻ വേണ്ടി വന്നു. ആ ബയ്യത്ത് നടക്കുന്ന സമയം, അല്ല ഉസ്മാൻ എന്നവരെ, ആ ബയ്യത്തിൽ നിങ്ങൾ പങ്കെടുത്തിട്ടില്ല. റസൂലുള്ളാഹിന്റെ കൂടെ അബൂ ഉബൈദയാകുന്ന ഞാൻ ആ ഉടമ്പടി നടക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ മജ്ലിസിലുണ്ടായിരുന്നു. ഒരു ഖൈറായ കാര്യം നടക്കുമ്പോൾ ആ ഖൈറിന് സാക്ഷിയാകൽ ഇബാദത്താണ്. ഒരു നല്ല ദുആ നടക്കുമ്പോൾ ആ ദുആവിന് മജ്ലിസിലുണ്ടാവൽ നല്ലതാണ്. ഒരു കെട്ടിടത്തിന്റെ, മദ്രസയുടെ, പള്ളിയുടെ തറക്കല്ലിടുമ്പോൾ ആ മജ്ലിസിലുണ്ടാവൽ ഹസനത്താണ്. ഒരു നല്ല കാര്യത്തിന്റെ എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ ആ എഗ്രിമെന്റിന് സാക്ഷിയായി ഉണ്ടാവൽ ഹസനത്താണ്. മദീനയിലേക്ക് പോകാനുള്ള ആ എഗ്രിമെന്റ് തയ്യാറാക്കുന്ന ആ പരിപാടിയിൽ ഉസ്മാൻ എന്നവരെ നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അവിടെ ഉണ്ട്, അത് എനിക്ക് നിങ്ങളെക്കാൾ കൂടുതലുള്ളൊരു പോയിന്റാണ്. ബഹുമാനപ്പെട്ട അബൂ ഉബൈദ അങ്ങനെ എണ്ണുകയാണ്. രണ്ടാമത്തെ വിഷയം, ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ബദർ യുദ്ധം നടക്കുമ്പോൾ ആ ബദർ സമരത്തിന്റെ വേളയിൽ ഉസ്മാനെ, നിങ്ങൾ ആ ബദറിൽ പങ്കെടുത്തിട്ടില്ല. അബൂ ഉബൈദയാകുന്ന ഞാൻ റസൂലുള്ളാഹിയോടൊപ്പം ബദറിന്റെ രണാങ്കണത്തിലുണ്ട്. ഈ 2 പോയിന്റിലും നിങ്ങൾ നമ്മളെക്കാൾ പിന്നിലാണ്. മൂന്നാമത്, ചരിത്രത്തിൽ നിർണായകമായ ഉഹുദ് സമരം നടക്കുമ്പോൾ ആ ഉഹുദ് സമരത്തിൽ പലരും ഓടിയപ്പോൾ അബൂ ഉബൈദയാകുന്ന ഞാൻ റസൂലുള്ളാഹിന്റെ സമീപത്തുണ്ട്, ഞാൻ ഓടിയിട്ടില്ല. ഉസ്മാനെ, നിങ്ങൾ ഓടിയവരെ കൂട്ടത്തിലല്ലേ ഉള്ളത്? ഇത് 3 അങ്ങ് ചോദിക്കുമ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറയുകയാണ് വളരെ വിനയത്തോടെ, അല്ല അബൂ ഉബൈദ, എന്നെ ആക്ഷേപിക്കരുത്.
നന്മയുടെ വിഷയത്തിൽ മുന്നിലെത്താൻ ഞാൻ വളരെ താല്പര്യം കാണിക്കുന്ന ആളാണ്. ഹബീബായ നബിയുടെ മജ്ലിസിൽ എപ്പോഴും ഞാൻ പോയിരിക്കും. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ടാണല്ലോ നമ്മളെ നാട്ടിൽ നിങ്ങളൊരു റമദാനിൽ മലപ്പുറത്തും കോഴിക്കോട്ടുമൊക്കെയുള്ള ഏതെങ്കിലും ഒരു പള്ളിയിൽ ചെന്ന് നോക്കൂ. ആ പള്ളിയിൽ മഗ്രിബ് നിസ്കാരം, ഇശാ നിസ്കാരം, ഓരോ നിസ്കാരത്തിന്റെയും ശേഷം ദുആ നടക്കുകയാണ്. ഇശാഇന്റെ ദുആ, അത് കഴിഞ്ഞിട്ട് പിന്നെ തറാവീഹിന് വേറൊരു ദുആ, അത് കഴിഞ്ഞ് വിത്റിന് വേറൊരു ദുആ, അതെല്ലാം കഴിഞ്ഞൊരു 10 സ്വലാത്ത്, അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഖബർ പുറത്തൊരു സിയാറത്ത്. ഇതിനൊക്കെ ആമീൻ പറയുന്ന ആളാരാ? ആ ആദ്യത്തെ ആമീൻ പറഞ്ഞ ആളുകൾ എല്ലായിടത്തും. ഇത് ഇങ്ങനെ കാണുമ്പം ചിലര് പറയും അയാളൊക്കെ ഒരു പൊട്ടനാണ്, എല്ലാറ്റിനും ഇങ്ങനെ ആമീൻ പറയാൻ നടക്കുക.